നമസ്കാരം, പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ നേതാക്കളെയും വ്യവസായ പ്രമുഖരെയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിസംബോധന ചെയ്തു. തന്റെ അമേരിക്ക ഫസ്റ്റ് വിദേശ നയത്തിന്റെ മറ്റൊരു ടൈം വാഗ്ദാനം ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു ട്രംപിന്റെ പ്രസംഗം. മെക്സിക്കോ, കാനഡ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്കുകൾക്ക് തീരുവ ചുമത്തുമെന്ന് പുതിയ US പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തി. ആഗോള വാണിജ്യത്തെ പിടിച്ചുകുലുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. കൂടാതെ സാമ്പത്തിക സഹകരണത്തിനും വികസനത്തിനും വേണ്ടിയുള്ള സംഘടന, അതായത് OECD ഗ്ലോബൽ ടാക്സ് ഡീലിൽ നിന്ന് ട്രംപ് ഭരണകൂടം അമേരിക്കയെ പിൻവലിച്ചതായും പറഞ്ഞു. പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്ന് US പുറത്തായെന്നും പ്രതിരോധത്തിനായി കൂടുതൽ ചെലവഴിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തു. പ്രസംഗത്തിൽ US ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് കോർപ്പറേറ്റ് നികുതി നിരക്ക് കുറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ എണ്ണവില കുറയ്ക്കാൻ സൗദി അറേബ്യയും ഒപെക്കും ആവശ്യപ്പെടുകയും ചെയ്തു. നാറ്റോയ്ക്ക് അമേരിക്ക എന്തെങ്കിലും ധനസഹായം നൽകണമോ എന്ന് തനിക്ക് ഉറപ്പില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. മറ്റ് സഖ്യകക്ഷികളെ അമേരിക്ക സംരക്ഷിച്ചെന്നും എന്നാൽ നാറ്റോ അംഗങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കുന്നില്ലെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പുടിനുമായി കൂടിക്കാഴ്ച നടത്തണമെന്ന് ട്രംപ് പറഞ്ഞു. അത് സമ്പദ് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാഴ്ചപ്പാടിൽ നിന്നല്ല, ദശലക്ഷക്കണക്കിന് ജീവിതങ്ങൾ പാഴായി പോകുന്നതിന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ്. ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ചൈന സംഭാവന നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ അവർക്ക് വലിയ ശക്തിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നികുതി നിയന്ത്രണങ്ങൾ എന്നിവയെ ചൊല്ലി ട്രംപ് യൂറോപ്പിനെതിരെ വെടിയുതിർക്കുകയും ചെയ്തു. ദാവോസിൽ നടത്തിയ പ്രസംഗത്തിനിടെ യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ കുറിച്ചുള്ള തന്റെ പരാതികൾ ട്രംപ് വിശദമായി എടുത്തു പറഞ്ഞു. യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഇറക്കുമതിക്ക് US രാജ്യങ്ങൾ നിയന്ത്രണങ്ങളും ഉയർന്ന നികുതിയും നേരിടുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 27 രാഷ്ട്രങ്ങൾ അടങ്ങുന്ന സംഘം അമേരിക്കയോട് വളരെ അന്യായമായും വളരെ മോശമായും പെരുമാറിയെന്നും പറഞ്ഞു. യൂറോപ്യൻ യൂണിയനുമായുള്ള US വ്യാപാര കമ്മി ഇനി അംഗീകരിക്കില്ലെന്നും USന്റെ കാർഷിക ഉൽപ്പന്നങ്ങളും കാറുകളും വാങ്ങാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വിസമ്മതിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്ക യൂറോപ്പിനെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ ക്രിയാത്മകത പുലർത്താൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് യൂറോപ്പിലെ രാജ്യങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ ഈ പ്രക്രിയ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണെന്നും അവർ അമേരിക്കയോട് വളരെ അന്യായമായിട്ടാണ് പെരുമാറുകയെന്നും പറഞ്ഞു. അധികാരത്തിലേറുന്ന ആദ്യ ദിവസം തന്നെ പല രാജ്യങ്ങളിലും താരിഫ് ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെന്നും പകരം എന്ത് താരിഫുകളോ മറ്റു വ്യാപാര നടപടികളോ ഏർപ്പെടുത്തണമെന്ന് US ഏജൻസികളോട് ആവശ്യപ്പെടുകയും ചെയ്തു. റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ സമാധാന പരിഹാരം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞു. ജർമ്മനിയിലെ മാരകമായ കത്തിയാക്രമണത്തിന് ശേഷം രാജ്യത്തെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വേണമെന്ന നടപടി ആവശ്യപ്പെടുകയാണ് രാഷ്ട്രീയക്കാർ. ബവേറിയയിലെ ഒരു കിൻഡർഗാർട്ടൻ ഗ്രൂപ്പിന് നേരെ കിരാതമായ അഭയാർത്ഥി നടത്തിയ മാരകമായ കത്തിയാക്രമണത്തിന് ശേഷം CDU നേതാവും ചാൻസലർ സ്ഥാനാർത്ഥിയുമായ ഫ്രെഡറിക് മേർസ് അക്രമം അടിച്ചമർത്തുമെന്ന് വാഗ്ദാനം ചെയ്ത് കുടിയേറ്റ നയങ്ങൾ കർശനമാക്കുമെന്ന് പ്രഖ്യാപിച്ചു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അഭയം തേടിയ 28-കാരനെ സംഭവ സ്ഥലത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച ആഷാഫെൻബർഗിൽ നടന്ന ആക്രമണത്തിൽ 2 വയസ്സുള്ള മൊറോക്കൻ ആൺകുട്ടിയും കുട്ടികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച ജർമ്മൻകാരനുമാണ് കൊല്ലപ്പെട്ടത്. ജർമ്മനിയിൽ നടന്ന രക്തരൂക്ഷിതമായ ആക്രമണങ്ങളുടെ പരമ്പരയിലെ ഏറ്റവും പുതിയതാണ് ഇത്. ഫെബ്രുവരി 23-ന് ജർമ്മനിയിൽ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഈ സംഭവമെങ്കിലും ഇതിപ്പോൾ കുടിയേറ്റത്തെയും ആഭ്യന്തര സുരക്ഷയെയും കുറിച്ചുള്ള ചൂടേറിയ ചർച്ചയെ പുനരുജ്ജീവിപ്പിച്ചിരിക്കുകയാണ്. ദുരിതബാധിതർക്കും അവരുടെ കുടുംബങ്ങൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനൊപ്പം ജർമ്മനിയിലെ രാഷ്ട്രീയക്കാർ കുടിയേറ്റത്തെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ സംസാരിക്കുകയാണ്. പലരും അഭയാർത്ഥി നയങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഇമിഗ്രേഷൻ നിയമത്തിലെ അടിസ്ഥാന മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതിപക്ഷ യാഥാസ്ഥിക CDU-CSUവിനെ നയിക്കുകയും ശക്തമായ വോട്ടെടുപ്പ് ലീഡ് നേടുകയും ചെയ്യുന്ന ഫ്രെഡറിക് മേർസ് പറയുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടാൽ എല്ലാ ജർമ്മൻ അതിർത്തികളിലും സ്ഥിരമായ നിയന്ത്രണങ്ങൾക്ക് ഉടൻ ഉത്തരവിടുമെന്നും നയപരമായ മാറ്റങ്ങളിലൂടെ കടന്നുപോകുമെന്നും പറഞ്ഞു. ജർമ്മനിയിൽ ഇപ്പോഴുള്ള വ്യവസ്ഥകൾ അംഗീകരിക്കാൻ തയ്യാറല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ നേതൃത്വത്തിൽ ഇമിഗ്രേഷൻ നിയമം, അഭയ നിയമം, ജർമ്മനിയിലെ താമസാവകാശം എന്നിവയിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് മെർസ് പ്രതിജ്ഞയെടുത്തത്. ചാൻസലർ എന്ന നിലയിൽ തന്നെ ആദ്യ ദിവസം തന്നെ അനധികൃത പ്രവേശനത്തിനുള്ള എല്ലാ ശ്രമങ്ങളും ഒഴിവാക്കാതെ മൊത്തം നിരസിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന് ഇതിനായി നിർദ്ദേശം നൽകുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അതേസമയം സോഷ്യൽ ഡെമോക്രാറ്റുകൾ, ഫ്രീ ഡെമോക്രാറ്റുകൾ എന്നിവരടങ്ങുന്ന മുൻ ട്രാഫിക് ലൈറ്റ് സഖ്യം കൊണ്ടുവന്ന പൗരത്വ പരിഷ്കരണം ഇല്ലാതാക്കുമെന്നും മെർസ് കൂട്ടിച്ചേർത്തു. അധികാരികൾ സ്ഥിതിഗതികൾ വ്യക്തമാക്കി തന്നെ പ്രവർത്തിക്കും. ജർമ്മനിയുടെ 10 വർഷത്തെ തെറ്റായ അഭയത്തിന്റെയും
രാഷ്ട്രത്തിന്റെയും കുടിയേറ്റ നയത്തിന്റെയും തകർച്ചയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. രാജ്യത്തിലേക്കുള്ള എല്ലാ നിയമവിരുദ്ധമായ പ്രവേശനങ്ങളും നിർത്താൻ ആഹ്വാനം ചെയ്യുമെന്നും മെർസ് ആവശ്യപ്പെട്ടു. അതേസമയം ബുധനാഴ്ച ആക്രമണത്തിന് തൊട്ടുപിന്നാലെ ചാൻസലർ ഒലാഫ് ഷോൾസ് കുറ്റവാളിയുടെ അവിശ്വസനീയമായ ഭീകരപ്രവർത്തനത്തെ അപലപിച്ചു. അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഷോൾസ് ഭരണഘടനാ സംരക്ഷണത്തിനായുള്ള ഫെഡറൽ ഓഫീസുമായും പോലീസുമായും വ്യാഴാഴ്ച കൂടിക്കാഴ്ച നടത്തി. എന്നാൽ ഇടത് യാഥാസ്ഥിതിക നിലപാടുള്ള BSW പാർട്ടി നേതാവ് സാറ വാഗ്നറ്റ് സർക്കാരിനെ പരിഹസിച്ചു. മാൻഹൈമിൽ ഇസ്ലാം വിരുദ്ധ റാലിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതും സോളിങ്ങിന് ശേഷം ഒന്നും സംഭവിച്ചില്ല എന്നതും ചാൻസലറുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പരാജയമാണ്. ഇത് അവരെ തുടർന്നുള്ള എല്ലാ ഭയാനകമായ പ്രവൃത്തികൾക്കും രാഷ്ട്രീയമായി സഹ ഉത്തരവാദിത്തം ഉള്ളവരാക്കുന്നതായും വാഗ്നറ്റ് പറഞ്ഞു. AFDയുടെ മുൻനിര സ്ഥാനാർത്ഥി ആലീസ് വീഡൽ കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്താൻ ആഹ്വാനം ചെയ്തു. ബവേറിയൻ നഗരമായ ആഷാഫെൻബർഗിൽ 2 വയസ്സുള്ള ആൺകുട്ടി ഉൾപ്പെടെ 2 പേരുടെ മരണത്തിനിടയാക്കിയ കത്തിയാക്രമണം ജർമ്മൻ സമൂഹത്തെ ദുഃഖത്തിലാഴ്ത്തി. നഗരത്തിലെ മേയർ അക്രമത്തിന്റെയും വിദ്വേഷത്തിന്റെയും സർപ്പിളമായ കൊലയിൽ മുന്നറിയിപ്പ് നൽകി. സംഭവത്തിലെ അഫ്ഗാൻ പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലാണ്. അതേസമയം ആഷാഫെൻബർഗിലെ മുസ്ലിം സമുദായത്തിലെ നേതാക്കൾ പുഷ്പചക്രം അർപ്പിക്കുന്ന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ആരെങ്കിലും ഒരു ജീവൻ അപഹരിച്ചാൽ അത് മുഴുവൻ മനുഷ്യരാശിയെയും കൊന്നതുപോലെയാകും എന്ന് ഖുർആൻ വാക്യം അടങ്ങിയ ബോർഡുകൾ പിടിച്ചാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഇതാവട്ടെ പൊതുസമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു വിധിയായിട്ടാണ് പലരും കാണുന്നത്. ബെർലിനിൽ തിങ്കളാഴ്ച 24 മണിക്കൂർ പൊതുഗതാഗത പണിമുടക്ക് ആളുകളെ ഏറെ ബാധിക്കും. മെച്ചപ്പെട്ട വേതനത്തിനായി തൊഴിലാളികൾ പണിമുടക്കുന്നതിനാൽ തിങ്കളാഴ്ച ബെർലിനിലെ പൊതുഗതാഗതത്തിന് കനത്ത നിയന്ത്രണമാണ് ഉണ്ടാവുന്നത്. ജനുവരി 27 തിങ്കളാഴ്ച നടക്കുന്ന 24 മണിക്കൂർ പൊതുഗതാഗത പണിമുടക്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്ററായ ബെർലിനർ വെർക്കേഴ്സ്ബെട്രീബ് BVGയിൽ നിന്നുള്ള തൊഴിലാളികളെ പങ്കെടുപ്പിക്കുന്നതിനായി വേർഡി ട്രേഡ് യൂണിയൻ ബുധനാഴ്ച പ്രഖ്യാപിച്ചു. വ്യാവസായിക പ്രവർത്തന സമയത്ത് ബഹുഭൂരിപക്ഷം ബസ്സുകളും ട്രാമുകളും ഊബാൻ സർവീസുകളും നിശ്ചലമാകും. മുമ്പത്തെ പണിമുടക്കെന്ന ഊബാൻ സ്റ്റേഷനുകൾ ദിവസത്തേക്ക് അടച്ചിരിക്കും. ജനുവരി 28 ചൊവ്വാഴ്ച പുലർച്ചെ 3-ന് അവസാനിക്കുകയും ചെയ്യും. പണിമുടക്ക് സമയത്ത് എല്ലാ ഭൂഗർഭ ട്രെയിനുകളും ട്രാമുകളും കൂടാതെ മിക്ക ബസ്സുകളും റദ്ദാക്കപ്പെടും. BVGയുടെ പേരിൽ മറ്റ് കമ്പനികൾ നടത്തുന്ന ലൈനുകളും സേവനങ്ങളും പണിമുടക്കിനെ ബാധിച്ചിട്ടില്ലെന്നും എടുത്തു പറയുന്നുണ്ട്. ജർമ്മനിയിലെ ആളുകളുടെ എണ്ണം 83.6 ദശലക്ഷമായി വർദ്ധിച്ചു. ജനനത്തേക്കാൾ കൂടുതൽ മരണങ്ങൾ ഉണ്ടായെങ്കിലും കുടിയേറ്റം വഴി ജർമ്മനിയിലെ ജനസംഖ്യ ഉയർന്നിരിക്കുകയാണ്. ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ പുതിയ കണക്കനുസരിച്ച് മുമ്പത്തേക്കാൾ കൂടുതൽ ആളുകൾ ജർമ്മനിയിൽ താമസിക്കുന്നുണ്ട്. കണക്കുകൾ പ്രകാരം ഏകദേശം 83.6 ദശലക്ഷം ആളുകൾ 2024 അവസാനത്തോടെ ജർമ്മനിയിൽ ജീവിക്കുന്നുണ്ട്. ഇത് മുമ്പത്തേക്കാൾ കൂടുതലാണ്. വീസ്ബാഡനിലെ ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതനുസരിച്ച് വർഷത്തിൽ ജനസംഖ്യയിൽ ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ വർദ്ധിച്ചിട്ടുണ്ട്. താരതമ്യത്തിന് 2023 ഗണ്യമായ ഉയർന്ന നെറ്റ് ഇമിഗ്രേഷൻ കാരണം ജനസംഖ്യ ഏകദേശം 3,40,000 വർദ്ധിച്ചിട്ടുണ്ട്. ജർമ്മൻ ഏകീകരണത്തിന് ശേഷമുള്ള എല്ലാ വർഷങ്ങളിലെയും പോലെ 2024 ജനന മരണങ്ങളുടെ ബാലൻസ് നെഗറ്റീവായിരുന്നു. വീണ്ടും ജനിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ മരിച്ചു. തൊഴിൽ വിപണി, സാമൂഹിക വ്യവസ്ഥകൾ, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്കായുള്ള കുറഞ്ഞ ജനനനിരക്കിന്റെ ദീർഘകാല അനന്തരഫലങ്ങൾ ഇപ്പോഴും കുറച്ചു കാണുന്നുണ്ട്. അതേസമയം കുറഞ്ഞ ജനനനിരക്കിന്റെ ജനസംഖ്യാപരമായ വെല്ലുവിളികൾ കുടിയേറ്റത്തിലൂടെ ഭാഗികമായി മാത്രമേ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. തുടർച്ചയായി 3-ാം വർഷവും ജനനക്കമ്മി 3 ലക്ഷമായി കവിഞ്ഞു. വിവരമനുസരിച്ച് ജനനങ്ങളുടെയും മരണങ്ങളുടെയും എണ്ണത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 2.5% ഇടിവുണ്ടായി. ഏകദേശം 6,70,000 മുതൽ 6,90,000 വരെയാണ് ഇത്. അതായത് നവജാത ശിശുക്കളുടെ എണ്ണമാണ് ഇത് പറയുന്നത്. ഏകദേശം 1 ദശലക്ഷം ആളുകൾ മരിക്കുകയും ചെയ്തു. അറ്റ കുടിയേറ്റം മുൻ വർഷത്തേക്കാൾ വളരെ കുറവാണ്. നിലവിലെ ജനനനിരക്ക് 1.3 ആണ്. നിരവധി പ്രതിസന്ധികൾ കാരണം യുവാക്കൾ വലിയ അരക്ഷിതാവസ്ഥയിലാണെന്നും റിപ്പോർട്ടിൽ തുടർന്ന് പറയുന്നു. മസ്ജിദ് ആക്രമിക്കാൻ പദ്ധതിയിട്ടെന്നാരോപിച്ച കൗമാരക്കാരൻ ബെൽജിയത്തിൽ അറസ്റ്റിലായി. ഒരു തീവ്ര വലതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അംഗമാണെന്നും വെള്ളിയാഴ്ച ഒരു പള്ളിയിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നുവെന്നുമാണ് സംശയിക്കപ്പെടുന്നതായി ബ്രസൽസിലെ പ്രോസിക്യൂട്ടർമാർ അറിയിച്ചത്. സംശയിക്കുന്ന ആൾക്ക് 14 വയസ്സ് പ്രായമുണ്ട്. 600ഓളം പേരെ തീവ്രവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ നിലവിൽ ബെൽജിയം അധികൃതരുടെ നിരീക്ഷണത്തിലാണ്. യൂറോപ്പിലെ ഏറ്റവും കുത്തനെയുള്ള കേബിൾ കാർ ബെർണീസ് ആൽപ്സിൽ തുറന്നു. വെറും 4 മിനിറ്റിനുള്ളിൽ കേബിൾ കാർ 800 മീറ്ററോളം കയറുന്നു. സ്വിറ്റ്സർലൻഡിലെ ലൗട്ടർ ബ്രൂണൻ താഴ്വരയിലൂടെയുള്ള വെർട്ടിജീനസ് റൈഡാണ് ഷിൽട്ടോൺ കേബിൾ വേ. ജെയിംസ് ബോണ്ട് സിനിമയായ ഓൺ ഹെർ മജസ്റ്റി സീക്രട്ട് സർവീസ് എന്ന ചിത്രത്തിലൂടെ പ്രശസ്തമായ മൗണ്ടൻ ടോപ്പ് റിവോൾവിംഗ് റെസ്റ്റോറന്റിലേക്കാണ് ഷിൽട്ടോൺ കേബിൾ വേ റൈഡർമാരെ കൊണ്ടുപോകുന്നത്. 159.4 ഗ്രേഡിയന്റിൽ വെറും 4 മിനിറ്റിനുള്ളിൽ 775 മീറ്റർ കയറുന്നത് ലോകത്തിലെ ഏറ്റവും കുത്തനെയുള്ളതാണെന്നും അതിന്റെ നിർമ്മാതാക്കൾ പറയുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1650 മീറ്റർ ഉയരത്തിലാണിത്.
സൗജന്യ ചെക്ക് ഇൻ ബാഗേജ് പരിധി 30 കിലോയായി വർദ്ധിപ്പിച്ചതായി എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. UAE ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പറക്കുന്ന യാത്രക്കാർക്കാണ് ഇപ്പോൾ ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. സൗജന്യ ചെക്ക് ഇൻ ബാഗേജ് അലവൻസിന് പുറമെ 7 കിലോയിൽ കൂടാത്ത 2 ബാഗേജുകൾ വരെയുള്ള സൗജന്യ ക്യാബിൻ ബാഗേജ് അലവൻസും എയർലൈൻസ് നൽകുന്നുണ്ട്. ഒരു ലാപ്ടോപ്പ് ബാഗ്, ഹാൻഡ് ബാഗ്, ബാഗ് പാക്ക് അല്ലെങ്കിൽ മുൻവശത്തെ സീറ്റിനിടയിൽ യോജിക്കുന്ന മറ്റേതെങ്കിലും ചെറിയ ബാഗ് എന്നിവയും കൊണ്ടുപോകാമെന്നും അധികൃതർ പറഞ്ഞു. പ്രധാനമായും കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുന്ന കുടുംബങ്ങൾക്ക് 10 കിലോഗ്രാം അധിക ചെക്ക് ഇൻ ബാഗേജ് അലവൻസ് എയർലൈൻസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതോടെ 7 കിലോ ക്യാബിൻ ബാഗേജ് അലവൻസ് ഉൾപ്പെടെ മൊത്തം അലവൻസ് 47 കിലോഗ്രാമായി ഉയർന്നിരിക്കുകയാണ്. ലഗേജ് ഇല്ലാതെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്കും എക്സ്പ്രസ് ലൈറ്റ് തിരഞ്ഞെടുക്കാം. ഇത് സാധാരണ നിരക്കുകളേക്കാൾ കുറഞ്ഞ നിരക്ക് 3 കിലോഗ്രാം ക്യാബിൻ ബാഗേജ് അലവൻസുമാണ്. ചെക്ക് ഇൻ ബാഗേജ് പിന്നീട് ആവശ്യമുള്ള കുറഞ്ഞ നിരക്കിൽ അധിക ചെക്ക് ഇൻ ബാഗേജ് മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെന്നും ചെക്ക് ഇൻ ബാഗേജ് പിന്നീട് ആവശ്യമുള്ള യാത്രക്കാർക്ക് ആഭ്യന്തര വിമാനങ്ങളിൽ 15 കിലോഗ്രാമിനും അന്താരാഷ്ട്ര വിമാനങ്ങളിൽ 20 കിലോഗ്രാമിനും കുറഞ്ഞ നിരക്കിൽ അധിക ചെക്ക് ഇൻ ബാഗേജ് മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. അതേസമയം ബിസിനസ് ക്ലാസ് സീറ്റിന് തുല്യമായ എക്സ്പ്രസ് സീറ്റിലെ യാത്രക്കാർക്ക് അന്താരാഷ്ട്ര വിമാനങ്ങളിൽ 40 കിലോഗ്രാം ബാഗേജ് അലവൻസ് ഉണ്ടായിരിക്കും. നിക്ഷേപത്തിന് ഏറ്റവും മികച്ച രാജ്യം അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിക്കും ചൈനയ്ക്കും പിന്നിൽ 5ാമതായി ഇന്ത്യ നിൽക്കുന്നതായും റിപ്പോർട്ട്. അമേരിക്കയും ബ്രിട്ടനും തന്നെയാണ് ഇപ്പോഴും ആഗോള വ്യവസായികൾ പണം നിക്ഷേപിക്കാൻ ഏറ്റവും അധികം താല്പര്യപ്പെടുന്ന രാജ്യം എന്ന സർവേ ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്ക 1ാം സ്ഥാനത്തും ബ്രിട്ടൻ 2ാം സ്ഥാനത്തുമാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ദാവോസിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിലാണ് റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയത്. 30% പേർ അമേരിക്കയിലേക്ക് കൂടുതൽ നിക്ഷേപം കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ 14% പേർ ബ്രിട്ടനിൽ നിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നു. 12% പേർ ജർമ്മനിയിലും, 9% പേർ ചൈനയിലും, 7% പേർ ഇന്ത്യയിലും നിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. UK വിറപ്പിക്കാൻ എയോവിൻ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമെന്ന് റിപ്പോർട്ട്. UKയുടെ ചില ഭാഗങ്ങളിൽ വളരെ ശക്തമായുള്ള കാറ്റിന് അപൂർവ റെഡ് അലേർട്ടായ ലെവൽ 2 ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എയോവിൻ കൊടുങ്കാറ്റ് വെള്ളി, ശനി ദിവസങ്ങളിലായി രാജ്യത്തെ വിവിധ ഇടങ്ങളിലായി വീശിയടിക്കുമെന്നാണ് മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും വടക്കൻ അയർലൻഡ് മുഴുവനും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയും സ്കോട്ട്ലൻഡിലെ ചില ഭാഗങ്ങളിൽ അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നുമാണ് മുന്നറിയിപ്പ്. നിർമ്മിത ബുദ്ധി അധിഷ്ഠമായി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടായ ചാറ്റ് GPT നിശ്ചലമായി. ഉപഭോക്താക്കളുടെ സേവനം പൂർണ്ണമായും നഷ്ടമായി. ബാഡ് ഗേറ്റ് വേ എന്ന മറുപടിയാണ് ചാറ്റ് GPTയുടെ URLൽ കയറുമ്പോൾ ലഭിക്കുന്നത്. ഇതോടെ ആപ്പിന്റെ ചാറ്റ് സേവനങ്ങളടക്കം മുടങ്ങി. ബോട്ടുമായി ചാറ്റ് ചെയ്യാനോ ഹിസ്റ്ററി ആക്സസ് ചെയ്യാനോ സാധിക്കുന്നില്ല. വിഷയത്തിൽ ഇതുവരെ ചാറ്റ് GPTയോ മാതൃകമ്പനിയായ OpenAIയോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. യമനിലെ ഹൂതി വിമതരെ US ഭരണകൂടം വീണ്ടും ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ബുധനാഴ്ചത്തെ എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് ഹൂതികളുടെ കാര്യം ഉൾപ്പെട്ടത്. ഇതപ്രകാരം സ്ഥിതിഗതികൾ മനസ്സിലാക്കി 30 ദിവസത്തിനകം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ റിപ്പോർട്ട് നടപടികൾ സ്വീകരിക്കണമെന്നാണ് സർക്കാരിന്റെ ആദ്യ നിർദ്ദേശം. US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ചടങ്ങിൽ ഖലിസ്ഥാൻ ഭീകരർ ഗുർപട്ട് പന്ത് സിംഗ് പന്നുവും പങ്കെടുത്തെന്ന് റിപ്പോർട്ട്. ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പന്നു പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന പന്നുവിന്റെ വീഡിയോയെപ്പറ്റി ഔദ്യോഗിക സ്ഥിരീകരണമില്ല. VIPകൾ നിറഞ്ഞ ഉദ്ഘാടന ചടങ്ങിലാണ് പന്നു പങ്കെടുത്തത്. ട്രംപും ഭാര്യ മെലാനിയും വേദിയിലെത്തിയപ്പോൾ എല്ലാവരും USA എന്ന് മുദ്രാവാക്യം മുഴക്കി. ഈ സമയത്ത് ഖലിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കുന്ന പന്നുവിനെയാണ് വീഡിയോയിൽ കാണുന്നത്. US ജന്മാവകാശ പൗരത്വ വ്യവസ്ഥയ്ക്ക് ഉപാധികൾ ഏർപ്പെടുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രാബല്യത്തിലാക്കുന്നത് തടയണമെന്ന ആവശ്യമായി 22 സംസ്ഥാനങ്ങൾ നിയമ നടപടി ആരംഭിച്ചു. മനുഷ്യാവകാശ സംഘടനകളും ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയയും സാൻ ഫ്രാൻസിസ്കോ നഗരവും ആണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ട്രംപിന്റെ ഉത്തരവ് നിയമവിരുദ്ധമായി കുടിയേറിയവരെ മാത്രമല്ല താൽക്കാലിക വിസയിൽ US ഉള്ളവരെയും ഗ്രീൻ കാർഡിന് കാത്തിരിക്കുന്നവരെയും ബാധിക്കും എന്നതാണ് വസ്തുത. ഇന്ത്യയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഏതാനും ലക്ഷം പേർ US താൽക്കാലിക തൊഴിൽ വിസകൾ, ആശ്രിത വിസ, ഇന്റേൺഷിപ്പ്, അധ്യാപന, പരിശീലന, സന്ദർശക വിസ, ഹ്രസ്വകാല ബിസിനസ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ തുടങ്ങിയ ഉപയോഗിച്ച് US കഴിയുന്നവർക്ക് ഉത്തരവ് തിരിച്ചടിയാവും. US ഭരണഘടനയിലെ 14ാം ഭേദഗതി അനുസരിച്ച് അവിടെ ജനിക്കുന്ന ആർക്കും അവിടെ പൗരത്വത്തിന് അവകാശമുണ്ട്. 1868 ഈ വ്യവസ്ഥ കൊണ്ടുവന്നത്. ജന്മാവകാശ പൗരത്വം റദ്ദാക്കാനുള്ള US പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനം ഏറെ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴി തുറന്നിരിക്കുകയാണ്.
ഉത്തരവിനെതിരെ അമേരിക്കൻ സംസ്ഥാനങ്ങൾ നിയമ നടപടിക്ക് ഒരുങ്ങുന്നതിനിടെ US പൗരത്വം ഉറപ്പാക്കാനുള്ള മറ്റു വഴികൾ തേടുകയാണ് ഒരു വിഭാഗം. ഫെബ്രുവരി 20 സമയപരിധി ട്രംപ് മുന്നോട്ട് വെച്ചതോടെ ഈ തീയതിക്ക് മുൻപേ സിസേറിയനിലൂടെ പ്രസവിക്കാനുള്ള ഇന്ത്യൻ വനിതകളുടെ ആവശ്യവും വർദ്ധിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മാസം തികയുന്നതിന് മുമ്പേ സിസേറിയനിലൂടെ പ്രസവിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യക്കാരായ നിരവധി സ്ത്രീകൾ സമീപിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. US ജനിച്ച ഏതൊരാൾക്കും അമേരിക്കൻ പൗരത്വം ലഭിക്കുന്ന ഭരണഘടനയുടെ 14 ഭേദഗതി പ്രകാരമാണ് ലഭിക്കുന്നത്. ട്രംപിന്റെ ഉത്തരവ് പ്രകാരം നിയമവിരുദ്ധമായും താൽക്കാലിക തൊഴിൽ വിസ തുടങ്ങിയവയിലും ഇനിമേൽ US പൗരത്വം ലഭിക്കില്ല. മാതാപിതാക്കളിൽ ഒരാൾക്ക് US പൗരത്വമോ ഗ്രീൻ കാർഡോ ഉണ്ടാകണം, അല്ലെങ്കിൽ US സൈന്യത്തിൽ അംഗമായിരിക്കണം തുടങ്ങിയ നിബന്ധനകളാണ് ജന്മാവകാശ പൗരത്തിന് ട്രംപ് വയ്ക്കുന്നത്. ഫെബ്രുവരി 20 ശേഷമാണ് ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നത്. US-ന്റെ H-1B വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യക്കാരാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ TV കൂടി ശ്രദ്ധിക്കുക. ഇതുവരെ നൽകി വന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.